ഓണവുമായി ബന്ധപ്പെട്ട ചില വാക്കുകളാണ് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പൂക്കളം എന്നതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ഈ വീഡിയോയിലൂടെ പായസം എന്നതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നാണ് നാം പഠിക്കാൻ പോകുന്നത്. പായസം എന്ന വിഭവം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇന്ത്യക്കാർ അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിലൊക്കെ പായസത്തിന് ഖീർ എന്നും ഫേർനി എന്നും പറയാറുണ്ട്. ഖീർ അല്ലെങ്കിൽ ഫേർനി. എന്നാൽ പായസം എന്നതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് ടേം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോറിജ് എന്ന് നമുക്ക് പറയാം. പോറിജ് എന്നതിന് കഞ്ഞി എന്ന അർത്ഥവും ഉണ്ട്. ഓക്കെ, അതുപോലെ റൈസ് പോറിജ് എന്നും പറയാറുണ്ട്. റൈസ് പോറിജ്, റൈസ് പുഡിംഗ് എന്നും പറയാറുണ്ട്. പായസത്തിന് റൈസ് പുഡിംഗ് എന്നും പറയാറുണ്ട്. ഓക്കെ, എന്നാൽ വേർമിസെല്ലി പുഡിംഗ് ഇങ്ങനെയും പറയാറുണ്ട്. വേർമിസെല്ലി പുഡിംഗ്. സോ പായസത്തിന് തനതായ 3 വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഒന്ന് റൈസ് പോറിജ്, മറ്റൊന്ന് റൈസ് പുഡിംഗ്, മറ്റൊന്ന് വേർമിസെല്ലി പുഡിംഗ്. പായസം എന്ന ഈ ഒരു വേർഡ്, മലയാളത്തിലുള്ള ഈ ഒരു വേർഡ് ഇംഗ്ലീഷിലേക്ക് കടമെടുത്ത വാക്കാണ്. ഇത് പലരും പായസം എന്നത് തന്നെ ഇംഗ്ലീഷിൽ പായസം എന്ന് തന്നെ ഉപയോഗിക്കാറുണ്ട്. സോ ഓണവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഗുഡ് ബൈ.